അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിൻ്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 22 തിങ്കളാഴ്ച. GST നിരക്കിലെ മാറ്റം നേരിട്ടറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ എത്തി ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളുമായി സംവദിച്ചു. വ്യാപാരികൾ വലിയ പ്രതീക്ഷയിലാണെന്നും GST നിരക്ക് മാറ്റത്തിലൂടെ ഇരട്ടി ഐശ്വര്യം എത്തിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം നിരക്ക് മാറ്റം ആഴത്തിലുള്ള മുറിവിലൊട്ടിച്ച ബാൻഡേഡ് മാത്രമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ഇത്രയും കാലം അധിക നികുതി ഈടാക്കിയതിന് ജനത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രതിപക്ഷത്തിന് സ്വപ്നം കാണാൻ കഴിയാത്ത പ്രഖ്യാപനമെന്ന് മറുപടി നൽകിയ അമിത് ഷാ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായെന്നും അവകാശപ്പെട്ടു. പുതിയ GST നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് 5%, 18% എന്നീ 2 സ്ലാബുകളിൽ മാത്രമായിരിക്കും ഇന്നു മുതൽ GST നികുതി നിരക്ക്. 99% സാധനങ്ങളും 5% സ്ലാബിലാകും വരികയെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. വിലക്കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വിപണിയിൽ നിരീക്ഷണം തുടരുമെന്നും സർക്കാർ അറിയിച്ചു. പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് നിത്യോപയോഗ സാധനങ്ങൾക്കൊപ്പം ജീവൻ രക്ഷാ മരുന്നുകൾക്കും വില കുറയും. ക്യാൻസർ, ഹീമോഫീലിയ, സ്പൈനൽ മസ്കുലർ അട്രോഫി, മാരക ശ്വാസകോശ രോഗങ്ങൾ എന്നിവയടക്കമുള്ള 36 മരുന്നുകളുടെ മേൽ ചുമത്തിയിരുന്ന GSTയാണ് പൂർണ്ണമായി ഇല്ലാതായത്. അതേസമയം പാലുൽപ്പന്നങ്ങൾക്കും GST ഇളവ് ലഭിച്ചതോടെ മിൽമയുടെ പാലുൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ വില കുറയും. നെയ്യ്, വെണ്ണ, പനീർ, ഐസ്ക്രീം തുടങ്ങി 100-ലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് കുറയുന്നത്. GST കൗൺസിലിന്റെ തീരുമാനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ഒരു സംസ്ഥാനം പോലും ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിരഭിപ്രായം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ നികുതി കുറയ്ക്കുന്ന സമയത്ത് പല കമ്പനികളും ഇതിന്റെ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കില്ലെന്നും ബാലഗോപാൽ പറഞ്ഞു. അതേസമയം GST പരിഷ്കരണത്തിന്റെ ഭാഗമായി കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടില്ലെന്നും 50,000 കോടി രൂപ മുതൽ 2 ലക്ഷം വരെ നഷ്ടം കേരളത്തിന് സംഭവിക്കാമെന്നുള്ള അഭിപ്രായങ്ങളുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം തള്ളി CPM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത്. അത് വെള്ളാപ്പള്ളി നടേശന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായവും നിരീക്ഷണവുമാണെന്നും പിണറായി എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് എന്നത് തനിക്ക് നേരിട്ടറിയാമെന്നും MA ബേബി പറഞ്ഞു. അതേസമയം അയ്യപ്പ സംഗമം വിജയമാണെന്നും വളരെ കാലികമായ ഇടപെടലാണ് ദേവസ്വം ബോർഡ് നടത്തിയതെന്നും ബേബി വ്യക്തമാക്കി. ഹിന്ദു ദിനപത്രത്തിൽ അതേപ്പറ്റി താൻ എഴുതിയ കുറിപ്പിന്റെ പരിഭാഷ കുറെ തെറ്റോടുകൂടിയാണെങ്കിലും ദേശാഭിമാനിയിൽ വന്നിരുന്നു എന്നും ബേബി കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമന നടപടികളിൽ മുഖ്യമന്ത്രിയുടെ പങ്കിൽ വ്യക്തത വേണമെന്ന ഗവർണറുടെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ജസ്റ്റിസ് സുധാൻഷു ധുലിയ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടുകയുള്ളൂവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് നിർണായക പങ്ക് നൽകുന്ന ഉത്തരവാണ് സുപ്രീം കോടതി നേരത്തെ പുറപ്പെടുവിച്ചിരുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിന് വീണ്ടും നിയമക്കുരുക്ക്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മാണം നടത്തുന്നുവെന്ന് കാണിച്ചാണ് നോട്ടീസ്. മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ മുസ്ലിം ലീഗ് നോട്ടീസ് മറുപടി നൽകിയെന്നും 10 വീടിന് നിർമ്മാണ അനുമതി കിട്ടിയിരുന്നുവെന്നും നിലവിൽ സാങ്കേതിക പ്രശ്നം മാത്രമെന്നും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ലീഗ് നേതൃത്വം വീണ്ടും വിശദീകരണം നൽകിയിട്ടുണ്ട്. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവരെ MD-യാക്കി നിയമിക്കാൻ മിൽമ എറണാകുളം യൂണിയനിൽ ഭരണസമിതിയുടെ നീക്കം. MD നിയമനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനുള്ള ഭരണഘടനാ ഭേദഗതി പൊതുയോഗത്തിൽ അവതരിപ്പിക്കാനാണ് നീക്കം. ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ മിൽമയിലെ CITU യൂണിയനടക്കം സർക്കാരിനെ സമീപിച്ചു.
CBIയിൽ പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്ന ആവശ്യത്തിന് പാർട്ടി കോൺഗ്രസിൽ പിന്തുണയേറുന്നു. വിഷയം രമ്യമായി പരിഹരിക്കാനാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. പൊതുചർച്ചയുടെ അടിസ്ഥാനത്തിൽ നേതാക്കൾ കൂടിയാലോചന നടത്തും. നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. AI ഓട്ടോമേഷൻ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ പാർട്ടി മനസ്സിലാക്കണമെന്ന് CBI പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാർട്ടി അംഗങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകേണ്ടത് അനിവാര്യമാണെന്നും ജനങ്ങളുമായി നിരന്തരം സമ്പർക്കമുണ്ടാകണമെന്നും ഇല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് പ്രവണത പാർട്ടിയിൽ വളരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിലെ ഉത്തരവ് ഹൈക്കോടതി മാറ്റിവെച്ചു. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ചില വ്യവസ്ഥകളോടെ ടോൾ പുനരാരംഭിക്കുന്നത് അനുവദിക്കാമെന്ന് കോടതി കഴിഞ്ഞ ദിവസം പരാമർശിച്ചിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് 1 മാസം മുൻപാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ ചിരി ചിരി ചെറു ചിരി പൊളി പൊളി അടിപൊളി തകതിത്താരോ Pulimuttil Silks presents Unskippable Onam Collections. Starts at just ₹299. സ്ഥലം മാറ്റത്തിനെതിരെ B. അശോക് നൽകിയ ഹർജി മുൻഗണന നൽകി പരിഗണിക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിൽ വ്യവസ്ഥകൾ പാലിക്കണമെന്ന CIT ഉത്തരവ് ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ടല്ലോ എന്നും പ്രധാന കേസ് നിലവിലുള്ളപ്പോൾ എന്തിനാണ് പുതിയ ഹർജി പരിഗണിക്കുന്നതെന്നും കോടതി ചോദിച്ചു. KSRTC അടിമുടി മാറ്റത്തിന്റെ പാതയിൽ. ഡിജിറ്റൽ പേയ്മെന്റ്, ട്രാവൽ കാർഡ്, ചലോ ആപ്പ് തുടങ്ങിയ നിരവധി നൂതനമായ ആശയങ്ങളാണ് KSRTC ഇപ്പോൾ വിജയകരമായി നടപ്പിലാക്കി വരുന്നത്. കാലാനുസൃതമായി ബസ്സുകളിൽ വരുത്തുന്ന മാറ്റങ്ങളും നവീകരണവുമെല്ലാം യാത്രക്കാരെ കൂടുതലായി ആകർഷിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി UDFുമായി സഹകരിക്കും. ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിലെ സംഘടനകളെ യോജിപ്പിച്ച് പരമാവധി വാർഡുകളിൽ മത്സരിക്കാനും നീക്കമുണ്ട്. NDA വിട്ടപ്പോൾ തന്നെ ഒരുപാട് പാർട്ടികൾ സംസാരിച്ചിരുന്നുവെന്നും JRPക്കൊപ്പം സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും CK ജാനു പറഞ്ഞു. പമ്പ സംഗമത്തിലേത് AI അല്ല, അത്ഭുത സംഭവമാണെന്ന് KP ശശികല. CPMുകാർ നോക്കിയാൽ മാത്രമേ കസേരയിൽ ആളുകളെ കാണുകയുള്ളൂവെന്നും അയ്യപ്പ ഭക്തർ നോക്കിയാൽ കാണില്ല എന്നും ശശികല പറഞ്ഞു. പിണറായി ഭക്തനായി എന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ ഭക്തനായാൽ നല്ലതാണ്, ഭക്തനായി അഭിനയിച്ചാൽ അതിനുള്ള പണി അയ്യപ്പൻ കൊടുത്തുകൊള്ളൂവെന്നും പറഞ്ഞു. ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത്. ശബരിമല വിശ്വാസം വികസനം എന്ന വിഷയത്തിൽ രാവിലെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷം ഭക്തജന സംഗമവും നടക്കും. മുൻ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശബരിമല കർമ്മസമിതിയാണ് പരിപാടിക്ക് പ്രധാനമായും നേതൃത്വം വഹിക്കുന്നത്. പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി പ്രിയങ്ക ഗാന്ധി MP. ജോസ് നെല്ലേടത്തിന്റെ ഭാര്യയും മകനും മകളുമാണ് പ്രിയങ്ക ഗാന്ധിയെ കണ്ടത്. മണ്ഡല പര്യടനത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച. പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ പരസ്യ പ്രതികരണത്തിനില്ലെന്ന് ജോസ് നെല്ലേടത്തിന്റെ കുടുംബം അറിയിച്ചു. സംസ്ഥാനത്ത് മൃഗങ്ങളെ പിടിക്കാൻ വെച്ച അനധികൃത വൈദ്യുതി കെണിയിൽപ്പെട്ട് കഴിഞ്ഞ 1 വർഷത്തിനിടെ മരിച്ചത് 24 പേർ. ഇതിൽ 10 പേർ പാലക്കാട് ജില്ലയിൽ നിന്നാണെന്ന് സംസ്ഥാന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കടാമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം പ്രതിയായ കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്ന് ശിക്ഷാ നടപടികൾ പൂർത്തിയാക്കി മെയ് മാസത്തോടെ റഹീം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് റഹീം നിയമസഹായ സമിതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനും സൗദി ഭരണകൂടത്തിനും ഒപ്പം നിന്ന എല്ലാവർക്കും നിയമസഹായ സമിതി നന്ദി അറിയിച്ചു. CPM വനിതാ നേതാവായ KJ ഷൈനിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപകരമായ പോസ്റ്റിട്ട കേസിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. സൈബർ അധിക്ഷേപത്തിന് ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു.
SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഷാനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അഭിമന്യു, അതുൽ, സനന്ദ്, വിഷ്ണു, ധനീഷ് എന്നിവർക്ക് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദ് ആത്മഹത്യ ചെയ്തതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിഴവില്ലെന്ന് DIGയുടെ റിപ്പോർട്ട്. ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആനന്ദിനെ ശുശ്രൂഷിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവില്ലെന്നാണ് DGPയുടെ റിപ്പോർട്ട്. ആനന്ദിനെ നിരീക്ഷിക്കാൻ 2 പേരെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും DIG വ്യക്തമാക്കി. CPM പ്രവർത്തകൻ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ണൂർ പാനൂർ വിളക്കോട്ടൂർ സ്വദേശി ജ്യോതിരാജാണ് മരിച്ചത്. രാഷ്ട്രീയ അക്രമത്തിൽ പരിക്കേറ്റ് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സ്വന്തം വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയെന്നാണ് മനസ്സിലാക്കുന്നത്. 2009 BJP പ്രവർത്തകർ ജ്യോതിരാജിനെ അതിക്രൂരമായി ആക്രമിച്ചതിനെ തുടർന്ന് 2 കാലുകളിലും വെട്ടേറ്റിരുന്നു. കൊല്ലം പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കലയനാട് ചാരുവിള വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം കൊലപാതക വിവരം പ്രതിയായ ഭർത്താവ് ഐസക് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയായിരുന്നു. തുടർന്ന് പ്രതി ഐസക് പുനലൂർ പോലീസിൽ കീഴടങ്ങി. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് വിവരം. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സഞ്ചാരികൾക്കായി തുറക്കുന്നു. വിശാഖപട്ടണത്താണ് ഭീമൻ ഗ്ലാസ് ബ്രിഡ്ജ് ഒരുങ്ങിയിരിക്കുന്നത്. വിശാഖപട്ടണത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കാനും ടൂറിസം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മാസം 25-നാണ് കാൻഡിലിവർ ബ്രിഡ്ജ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുക. ഗുജറാത്ത് തീരത്ത് കപ്പലിന് തീപിടിച്ചു. അരിയും പഞ്ചസാരയുമായി സൊമാലിയയിലേക്ക് പോകേണ്ട കപ്പലിലാണ് തീ പടർന്നത്. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. പോർബന്ദർ സുഭാഷ് നഗർ ജെട്ടിയിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലിനാണ് തീപിടിച്ചത്. ജാംനഗർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന HRM ആൻഡ് സൺസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. സൈനിക അട്ടിമറി നീക്കത്തെ തുടർന്ന് ജയിലിലായ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയെ മോചിപ്പിക്കാനുള്ള പാർലമെന്റിന്റെ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് ബ്രസീലിൽ വൻ പ്രക്ഷോഭം. 26 സംസ്ഥാനങ്ങളിലും ആയിരങ്ങൾ തെരുവിലിറങ്ങി. നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിനും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുന്നതിനും മാനദണ്ഡങ്ങൾ കർശനമാക്കിക്കൊണ്ടുള്ള ബിൽ കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് പാസാക്കിയത്. ഇത് ബോൾസനാരോയുടെ ജയിൽ മോചനം ഉറപ്പാക്കാൻ വേണ്ടിയെന്നാരോപിച്ച് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയായിരുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിൽ പാക് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 30 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ടിറ താഴ്വരയിലെ മദ്രേദാര ഗ്രാമത്തിലാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ന് പുലർച്ചെ 2 മണിയോടെ ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ 8 LS-6 ബോംബുകൾ വർഷിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളോട് അമേരിക്കയിൽ നിന്നെത്തിയ ശേഷം മറുപടി നൽകുമെന്ന് നെതന്യാഹു. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് സ്വതന്ത്ര പാലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല എന്ന വെല്ലുവിളിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുണ്ട്. UK-യും ഓസ്ട്രേലിയയും കാനഡയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.